ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താ നോക്കാം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ മടക്കി പൊറോട്ടയുടെ റെസിപ്പിയാണ്. പേരൊക്കെ ഞാൻ തന്നെ ഇട്ടതാട്ടോ. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെൽ ഐക്കൺ കൂടി ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ മടക്കി പൊറോട്ട എന്താണെന്ന് നോക്കാം. നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകിച്ച് കേരളത്തിലുള്ളവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഭക്ഷണമാണ് പൊറോട്ട. പൊറോട്ട ഉണ്ടാക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണെന്നറിയാം. പക്ഷേ ഈ ഒരു പൊറോട്ടയ്ക്ക് നമുക്ക് അങ്ങനത്തെ ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ പൊറോട്ടയേക്കാളും ടേസ്റ്റാണ്. അതിൻ്റെ അകത്ത് ചിക്കൻ്റെ ഫില്ലിങ്ങും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, അതുപോലെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കറിയൊന്നും വേണമെന്നൊന്നുമില്ല. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവം തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ മടക്കി പൊറോട്ട എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് പൊറോട്ടയുടെ മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ 2.5 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പയിലൂടെ നന്നായിട്ട് അരിച്ച് വെച്ചിട്ടുള്ള മൈദപ്പൊടിയാണിത്. അപ്പോൾ ഈ 2.5 കപ്പ് മൈദപ്പൊടിയിലേക്ക് ഞാൻ 1 കപ്പ് ഇളം ചൂടുവെള്ളം എടുക്കുന്നുണ്ട്. തിളച്ച വെള്ളമല്ല കേട്ടോ, ഇളം ചൂടുവെള്ളമാണ് വേണ്ടത്. പിന്നെ അതിലേക്ക് അല്പം ഉപ്പ് വേണം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണൊക്കെ ഉപ്പ് എടുത്തിട്ടുള്ളൂ. ഉപ്പൊക്കെ നിങ്ങൾ പാകത്തിന് നോക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉണ്ടാവും ഇത്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണിൽ കുറവ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, ഒരു യെല്ലോയിഷ് കളർ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ 50 ഗ്രാം ബട്ടർ ഇതുപോലെ സോഫ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചിട്ട് ഇതുപോലെ സോഫ്റ്റാക്കി വെക്കുക, അല്ലെങ്കിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമുക്ക് ഒരു വലിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഈ വെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ വെള്ളം ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കണ്ട, കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കാൻ വിട്ടുപോയി. ഉപ്പ് ചേർത്തിട്ട് വേണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഉപ്പ് ഞാൻ ഇപ്പോഴാണ് ചേർക്കുന്നത്. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കണ്ട, കാരണം ചില മാവിന് അത്രയും വെള്ളം വേണ്ടി വരില്ല. 2.5 കപ്പിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനിതിലേക്ക് മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടത് ഒരു ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലുള്ളൊരു മാവാണ്. വല്ലാണ്ട് നമ്മൾ കുഴച്ചെടുക്കൊന്നും വേണ്ട. കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. ആ ഒരു പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം അത് കുഴച്ചെടുക്കാൻ കേട്ടോ. പിന്നെ ചിലരൊക്കെ ഈ പൊറോട്ടയുടെ മാവിൽ മുട്ട ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. അതൊന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റാണ്. ഞാനിപ്പോൾ ഒരു ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലുള്ള മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നൊരു മാവാണ് വേണ്ടത്. ഞാനിപ്പോൾ കൈ ഒന്ന് കഴുകി വന്നിട്ടുമുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കുക. സോഫ്റ്റ് ആക്കിയിട്ടുള്ള ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ആ ഒരു ഒട്ടിപ്പിടിക്കൽ പോവും ചെയ്യും, അതുപോലെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഞാനിപ്പോൾ 50 ഗ്രാം ബട്ടർ എടുത്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് മൊത്തത്തിൽ ഇതിലേക്ക് വേണ്ടി വരുന്നില്ല കേട്ടോ. ഞാൻ 50 ഗ്രാം മെൽറ്റ് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. പിന്നെ ഈ ഒരു റെസിപ്പിയിലേക്ക് നമുക്ക് അത്യാവശ്യം നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത്രയും നെയ്യ് വേണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും പറയാൻ. ഇതിൽ നെയ്യ് ചേർത്താലേ അത് സോഫ്റ്റായി കിട്ടുള്ളൂ, നമ്മൾ വിചാരിച്ച അതുപോലെ കിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നെയ്യ് നിർബന്ധമാണ് കേട്ടോ. നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ നിർബന്ധമാണ്. അപ്പോൾ ഇതുപോലെ മാവ് ഒന്ന് അകത്തേക്കൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ അതിന് പുറമെ വീണ്ടും സ്റ്റിക്കിയായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് മുകളിൽ നമുക്ക് കുറച്ചുകൂടെ നെയ്യ് ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്ക് ആ ഒരു നേരം കൊണ്ട് ഫില്ലിങ് റെഡിയാക്കാം അതിൻ്റെ. അപ്പോൾ ഞാൻ നെയ്യ് ചേർത്തിട്ട് അടച്ച് വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഞാൻ ചിക്കന് ഇതിപ്പോൾ കറിയിലെ നല്ല സ്പൈസി ആയിട്ടുള്ള കറിയിലെ ചിക്കനാണ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 1 കപ്പ് ചിക്കന് എല്ലൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇറച്ചി മാത്രം എടുത്തിട്ട് ഇതുപോലെ പിച്ചി എടുത്തതാണ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് ഇതുപോലെ കറിയിലുള്ള ചിക്കനൊന്നും ഇല്ലെങ്കിൽ സാധാരണ ചിക്കന് എടുത്തിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ 1 കപ്പ് സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ഇതിൽ നല്ലൊരു ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഈ ഒരു മിക്സ്ചർ, ഈ ഒരു ഫില്ലിങ് നന്നായിട്ട് ഡ്രൈ ആവണം, വല്ലാണ്ട് ഒട്ടിപ്പിടിക്കുന്ന പരുവൊന്നും ആവരുത്. പിന്നെ നമ്മൾ ഈ ഒരു ഫില്ലിങ്ങിലേക്ക് മസാലപ്പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല. അതുകൊണ്ട് ചിക്കന് വേവിക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് സ്പൈസൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഫില്ലിംഗ് ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച ശേഷം നമുക്കിതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചൂടാക്കി എടുക്കേണ്ട, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞാൽ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ബ്ലെൻഡറിലിട്ടിട്ട് പൊടിച്ചെടുക്കൊന്നും വേണ്ട, കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. കട്ടകളായിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റൊക്കെ ആയി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഫില്ലിങ് റെഡിയാക്കുന്ന ആ ഒരു ടൈമേ കൊടുത്തിട്ടുള്ളൂ, അത്രയും മതി, ഒരുപാട് നേരമൊന്നും വെക്കേണ്ട. ഇനി നമുക്ക് ഇതൊരു 4 വലിയ ബോൾസാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 6 ബോൾസാക്കി എടുക്കുക ചെയ്യാം കേട്ടോ. ഞാൻ 4 എണ്ണം ആക്കിയിട്ടാണ് എടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊറോട്ട ഒക്കെ ഉണ്ടാക്കണം എന്നാണെങ്കിൽ ഇതുകൊണ്ട് പൊറോട്ട ഉണ്ടാക്കാം. പലർക്കും പൊറോട്ട ഇഷ്ടമായിരിക്കും ഉണ്ടാക്കാൻ, പക്ഷേ അത് വീശിയെടുക്കാനൊന്നും അറിയുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ പൊറോട്ടയുടെ സെയിം ടേസ്റ്റ് വരും, കുറച്ച് വ്യത്യസ്തമായിട്ട് കാണാനുണ്ടാവും. അപ്പോൾ ഇതുപോലെ അകത്തേക്ക് മടക്കിയിട്ട് ഒന്ന് റോൾ ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാ ബോൾസും അങ്ങനെ ആക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഓരോന്നും എടുക്കുമ്പോഴും ബാക്കിയുള്ളത് കവർ ചെയ്തിട്ട് വേണം വെക്കാൻ കേട്ടോ, അടച്ച് വയ്ക്കുക. അപ്പോൾ ഓരോന്നും എടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളത് അടച്ച് വയ്ക്കുക. ഇനി നമ്മളിതൊന്ന് പരത്തിയെടുക്കണം. കുറച്ച് പൊടി ഇതുപോലെ കട്ടിംഗ് ബോർഡാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പോ അതിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അത്യാവശ്യം പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, അതൊന്നും കുഴപ്പമില്ല. അത്യാവശ്യം നന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം. നല്ല തിന്നാക്കിയിട്ട് വലിയൊരു ചപ്പാത്തി പരുവത്തിലാക്കിയെടുക്കണം. പരത്തുമ്പോൾ തന്നെ നമ്മൾ ഓവൽ ഷേപ്പിലാക്കി പരത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ മാക്സിമം നല്ല തിന്നാക്കിയിട്ട് പരത്തുക. പിന്നെ മൈദപ്പൊടിയല്ലേ, നമ്മൾ പരത്തിയാലും അത് ചെറുതായിട്ട് വരും. അപ്പോൾ മാക്സിമം തിന്നാക്കിയിട്ട് ലാസ്റ്റൊക്കെ ഒന്ന് പരത്തിയെടുത്താൽ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് പരത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് മാക്സിമം നീളത്തിൽ തന്നെ പരത്തിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ പരത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ബട്ടർ കൊണ്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ മതി കേട്ടോ, ഒരുപാട് ബട്ടർ ഒന്നും തേച്ച് കൊടുക്കണ്ട, അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടി ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണ് അതിൻ്റെ മുകളിൽ ഞാൻ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഈ പൊടി തൂവി കൊടുക്കാൻ വിട്ടു പോകണ്ട, എന്നാലേ നമുക്കത് ഓരോ ലെയറായിട്ട് കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് 2 സൈഡിൽ നിന്നും അകത്തേക്ക് ഒന്ന് മടക്കിയെടുക്കുക ഇതുപോലെ. ഓരോ പ്രാവശ്യവും നമ്മൾ ബട്ടർ കൊണ്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് മുകളിൽ കുറച്ച് പൊടി തൂവി കൊടുക്കണം, അത് വിട്ടു പോവേണ്ട കേട്ടോ. അപ്പോൾ 2 വശത്തുനിന്നും അകത്തേക്ക് മടക്കി കൊടുക്കുക ഇതുപോലെ. അതുകൊണ്ടാണ് ഈ മടക്കി പറാട്ട എന്നുള്ള പേര് വന്നതന്നെ, ഞാൻ പേര് കൊടുത്തത് തന്നെ കേട്ടോ. അപ്പോൾ അതിന് മുകളിൽ വീണ്ടും നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും പൊടി തൂവി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലും നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫില്ലിംഗ് ഒക്കെ കുറേശ്ശെ മതിയിട്ട് ഒരുപാടൊന്നും വേണ്ട.
എന്നിട്ട് വീണ്ടും അത് മടക്കിയെടുത്തു. ഒരു സ്ക്വയർ ബോക്സ് ആക്കിയിട്ടാണ് മടക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ബോക്സ് ആയിട്ടാണ് മടക്കിയെടുക്കുന്നത്. ഇതിപ്പം റെക്റ്റാങ്കിൾ ഷേപ്പാണ്, സ്ക്വയർ അല്ല. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ചെറിയൊരു പീസ് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ രണ്ട് വശവും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ബട്ടർ കൊണ്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പൊടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാനുണ്ട്. രണ്ട് വശങ്ങളിലും നമ്മൾ ഈ ബട്ടർ കൊണ്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്ത ശേഷം പൊടി തൂവി കൊടുക്കണം. പിന്നെ ഇത് വല്ലാണ്ട് കനം കുറച്ചിട്ടൊന്നും പരത്തിയെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മതി കേട്ടോ. വല്ലാണ്ട് കനം കുറച്ച് പരത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അകത്തുള്ള ഫില്ലിങ് പുറത്തേക്ക് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇപ്പോൾ ഇത് ഒരു സ്ക്വയർ ഷേപ്പായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പരത്തുന്നതിന് മുമ്പ് റെക്റ്റാങ്കിൾ ഷേപ്പായിരുന്നു. അപ്പോൾ നമ്മുടെ റോളിംഗ് പിൻ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമ്മുടെ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ഈ ഒരു പൊറോട്ട വേണ്ടത്, മടക്കി പൊറോട്ട വേണ്ടത്. അപ്പോൾ രണ്ട് വശത്തും നമ്മൾ പൊടി ഒന്ന് തൂവി കൊടുത്ത ശേഷം അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി എല്ലാതും ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്കുള്ള ഫില്ലിങ് നിങ്ങൾ റെഡിയാക്കി എടുക്കുമ്പോൾ എപ്പോഴും സോഫ്റ്റാക്കി എടുക്കാതെ ഡ്രൈ ആക്കിയിട്ട് തന്നെ എടുക്കുക കേട്ടോ. എന്നാലും നമ്മളത് പരത്തുന്ന സമയത്ത് അത് ആ ഒരു വിചാരിച്ചതിൽ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് പുറത്തേക്ക് കാണാനൊക്കെ ചാൻസ് വരും. പിന്നെ ഓരോ വശങ്ങളിലും നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഫില്ലിങ് വെച്ച് കൊടുക്കാൻ വിട്ടു പോകണ്ട, എന്നാലേ നമ്മളത് കട്ട് ചെയ്യുമ്പം ഓരോ ലെയറായിട്ട് കാണുള്ളൂ. ഈ ഒരു വിഭവം ശരിക്കും നമ്മുടെ വീട്ടിൽ ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ തയ്യാറാക്കി വെക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. അതായത് ഈ പൊരിച്ച പത്തിരി അങ്ങനത്തെ റെസിപ്പീസൊക്കെ അല്ലേ, അപ്പോൾ അതുപോലെ ഒരു സ്പെഷ്യൽ റെസിപ്പീസ് ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ചിക്കൻ കറിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അത് സിമ്പിളായിട്ട് നമുക്ക് ചായയുടെ കൂടെയും കഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ചുട്ടെടുക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലിൽ ചുട്ടെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ മടക്കി പൊറോട്ട അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. നമ്മൾ ഈ ഒരു പൊറോട്ടയ്ക്ക് കുറേ ലേയേഴ്സ് ഉള്ളതുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അകത്തൊക്കെ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ അടച്ച് വെക്കുന്നത് കേട്ടോ. എന്നിട്ട് അതൊന്ന് മറിച്ചിട്ട് കൊടുത്ത ശേഷം അവിടെയും ഒന്ന് ബട്ടർ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടച്ച് വയ്ക്കുക. 1 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വയ്ക്കുക. അപ്പോൾ സൈഡിലും അകത്തൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും. അതിനു വേണ്ടി നമ്മളിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, നന്നായിട്ട് മുകളിൽ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ആ പൊറോട്ടയുടെ ആ ഒരു ടെക്സ്ചർ തന്നെ ആയിരിക്കും ഈ ഒരു ഇതിനും. അപ്പോൾ രണ്ട് വശവും നന്നായിട്ട് ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് എല്ലാം കുറേശ്ശെ മതിട്ടോ ബട്ടർ, ഒരുപാട് ബട്ടർ ഒന്നും സ്പ്രെഡ് ചെയ്യേണ്ട. സൈഡിലും മുകളിലൊക്കെ ഒന്ന് ഇതുപോലെ ബട്ടർ കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മടക്കി പൊറോട്ട റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയുടെ അതേപോലെ തന്നെയാണ്. ടേസ്റ്റ് ആണെങ്കിൽ നല്ല അടിപൊളിയാണ്. ചിക്കൻ്റെ ടേസ്റ്റ് വരുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ കണ്ടോ, നല്ല ഭംഗിയാണ് കാണാനും, നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി എല്ലാതും ചുട്ടെടുക്കാം. ഈ ഒരു പൊറോട്ട നമ്മൾ ചുട്ടെടുത്ത പാടെ ചൂടോട് കൂടിയിട്ടാണെങ്കിൽ കുറച്ചൊരു പുറമേ ഒരു ക്രിസ്പി ആയിട്ട് തോന്നും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് വരും. ഇത് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊറോട്ടയാണ്, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും. അപ്പോൾ ഇത് കട്ട് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും, ഓരോ ലെയേഴ്സായിട്ട് നമുക്ക് കാണാം. കണ്ടോ, ഒരുപാട് ലേയേഴ്സ് കണ്ടോ. നമ്മൾ പൊറോട്ട കഴിക്കുമ്പോഴും ഒരുപാട് ലേയേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതുപോലെ പൊറോട്ടയുടെ പോലെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, പക്ഷേ ഒരുപാട് ലേയേഴ്സായിട്ട് നമുക്ക് കിട്ടും, ഇതുപോലെ കാണാം. അപ്പോൾ ഇത്തവണത്തെ നോമ്പിൻ്റെ സ്പെഷ്യൽ റെസിപ്പീസ് ആയിട്ടുള്ള തക്കാരപ്പെട്ടിയും പുയാപ്പിള പത്തിരിയൊക്കെ പോലെ തന്നെ ഈ ഒരു ചിക്കൻ മടക്കി പൊറോട്ടയും എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ വേറൊരു പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.